Hi children, welcome back to my channel LKLS Star Maths Class. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 11th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 സെറ്റ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്ത് എക്സസൈസ് 1.2 ആണ് കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ, എക്സസൈസ് 1.1 ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം കാണുക. നമുക്കിന്ന് 1.2 സ്റ്റാർട്ട് ചെയ്യാം. See, this is a question. First one, which of the following are examples of null set? ഈ താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് നൾ സെറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് എം ടി സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എം ടി സെറ്റ്, നൾ സെറ്റ് അല്ലെങ്കിൽ എന്താണ് വോയിഡ് സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടോ? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഏതൊക്കെയാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സ്? നമുക്കറിയാലോ ഓഡ് നമ്പേഴ്സ് എന്താണെന്ന്. 1, 3, 5, 7 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 2 കൊണ്ട്? നോക്കിയാൽ 3നെ എടുക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമോ? 1 2:2 റിമൈൻഡർ 1. കണ്ടോ? നെക്സ്റ്റ് നമുക്ക് 5നെ എടുക്കാം അല്ലേ? 2 2 2s 4 റിമൈൻഡർ 1. കണ്ടോ? ഇത് ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, റൈറ്റ്? അതായത് ഈവൻ നമ്പേഴ്സിനെ മാത്രമായിരിക്കും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇതിന് ആൻസർ കണ്ടെത്താനായില്ല. സോ അതുകൊണ്ട് ഇത് എന്താണിത്? നൾ സെറ്റാണ് അല്ലേ? എം ടി സെറ്റ്. അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്? നമുക്കിതിനൊരു കറക്റ്റുള്ളൊരു ആൻസർ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഇതൊരു എം ടി സെറ്റാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ സൈൻ ഇട്ട്, എങ്ങനെയാണ് സൈൻ എഴുതുന്നത്? ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെട്ടും. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ എഴുതി ഇതാ ഇങ്ങനെ വെട്ടുക. സോ അതാണ് എൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലേ? ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഒരിക്കലും ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. റിമൈൻഡർ എന്ത് കിട്ടാം? 1 കിട്ടുന്നുണ്ടല്ലേ? ഇനി നോക്കിയാൽ സെക്കൻഡ് വൺ, സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സാണ്. അത് നമുക്ക് നോക്കാം. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? സി കണ്ടോ? 2 ഒരു പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പറാണ്. ഇങ്ങനെ പോകും. എന്താ ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? അതാ നോക്കിയേ, ഈ 2നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2ൻ്റെ ഇത് മാത്രമല്ല, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ 2 കിട്ടുള്ളൂ. അതുപോലെ നോക്കുക, വേറെ ഏതെങ്കിലും നമ്പർ ഇട്ട് ചെയ്താൽ 2 കിട്ടുമോ? 1 × 3 ചെയ്താൽ മാത്രമേ 3 കിട്ടുള്ളൂ. ദെൻ 1 × 5 ചെയ്താൽ മാത്രമേ 5 കിട്ടുള്ളൂ. അതുപോലെ 1 × 7 ചെയ്താൽ മാത്രമേ 7 കിട്ടുള്ളൂ. സോ ഇതുപോലെ ദ നമ്പർ 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന അങ്ങനെ വരുന്നുണ്ട്. 1ഉം ആ ഒരു നമ്പറും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയാം. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. ഇതിനകത്ത് ഈ കിടക്കുന്ന ഇതിലിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇതിൽ പ്രൈം നമ്പറിൽ ഈവൻ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ഈവൻ നമ്പർ? നമ്മുടെ 2 ആവില്ല ഈവൻ നമ്പർ. കണ്ടോ? ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. 2 ആണെങ്കിലോ അതിൽ ഇരട്ട സംഖ്യയാണ് അല്ലേ? ഇതെല്ലാം എന്താണ്? ഒറ്റ സംഖ്യകളാണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സെറ്റ് 2. കണ്ടോ? അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതാ സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്, ആൻസർ സെറ്റ് 2. നമുക്ക് തേർഡ് വൺ നോക്കാം. സി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ്. ഇതെന്താണ്? സച്ച് ദാറ്റ് എന്നാട്ടോ വായിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനെന്താ പറയുക? എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. കണ്ടോ? ആൻഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോഴും നമ്മൾക്ക് എന്താ ആൻസർ വരിക? ഇത് തന്നെയാണ് വരിക. കാരണം ഇവിടുത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? എക്സ് ഗ്രേറ്റർ ദാൻ 5, എക്സ് ലെസ് ദാൻ 5 എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ് ലെസ് ദാൻ 5 ആകെ വേണം. എന്ത് വേണം? എക്സ് ഗ്രേറ്റർ ദാൻ 7ഉം ആകെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അപ്പോൾ നമ്മളിപ്പോൾ എടുത്തെഴുതി 1 2 3 4 5 ഇങ്ങനെ പോകുമല്ലേ? എക്സ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനകത്തുള്ള ഓരോ എലിമെൻസിനെയാണ് എക്സ് എന്ന് പറയുക. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ലെസ് ദാൻ 5ഉം ആവണം ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 ആവണം. നോക്കിയേ, ഇത് പോസിബിൾ ആവുമോ? എക്സ് ലെസ് ദാൻ 7 എക്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ എന്താണ്? 1 2 3 4. എന്നാൽ അതിൻ്റെ ഒപ്പത്തിനൊപ്പം എന്തും കൂടി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ 7, എക്സ് 7നേക്കാളും വലുതുമാവണമെന്ന് പറഞ്ഞാൽ ഇത് പോസിബിൾ ആണോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? സോ നമുക്ക് എന്താ വരിക? ഇതും എന്താണ്? എം ടി സെറ്റ് എന്നായിരിക്കും ആൻസർ വരിക. മനസ്സിലായോ എൻ്റെ ആൻസർ? നമ്മുടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എക്സ് ലെസ് ദാൻ 5, 5ൽ കുറയും വേണം ആൻഡ്. കണ്ടോ? ആൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
എക്സ് ഗ്രേറ്റർ ദാൻ 7, എക്സ് 7നേക്കാളും വലുതുമാവണമെന്നുണ്ട്. ഇത് പോസിബിൾ ആവും അങ്ങനെ ഒരു നമ്പർ? ഇല്ല അല്ലേ. ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ഓക്കെ 1 2 3 4 നമുക്കത് എടുക്കാം. ബട്ട് ഇത് രണ്ടും ആവണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമാണോ? അല്ല. സോ ആൻസർ എന്താണ്? എം ടി സെറ്റ്. ഇതിനെന്താ നമ്മൾ പറയുക? എം ടി സെറ്റ്. ഞാൻ എം ടി സെറ്റൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഇങ്ങനെ ഒരു കൂട്ടത്തിലൊരു സെറ്റിനകത്ത് ഇല്ലാത്ത വാല്യൂ വരുമ്പോൾ അതെന്താണ്? എം ടി സെറ്റ്. ഇതിനെ തന്നെ നമ്മൾ എന്ത് പറയും? നൾ സെറ്റ്. ഇങ്ങനെയോ നിങ്ങൾക്കിത് സൂചിപ്പിക്കാം. ക്ലിയർ ആയല്ലോ അപ്പോൾ അതിൻ്റെ ആൻസർ. ഇനി അടുത്ത നോക്കാം നമുക്ക്. കണ്ടോ? ഫോർത്ത് വൺ, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിൻറ്റ് കോമൺ ടു എനി ടു പാരലൽ ലൈൻസ്. എന്താ പറയുന്നത് ഇവിടെ നോക്കിയേ? ഒരു വൈ എന്നൊരു പോയിൻറ്റ് എന്തിൽ വരുന്നുണ്ട്? പാരലൽ ലൈൻസ് കോമൺ ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ല അല്ലേ? പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോവുക? അതാ ഇങ്ങനെ പോകുന്നു. സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് പാരലൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടൊരു പോയിൻറ്റ് വരുമോ? ഈ രണ്ടിലും കൂടി ചേർന്നൊരു പോയിൻറ്റ് വരുമോ? ഇല്ല. പാരലൽ ലൈൻസ് എപ്പോഴും എന്താണ്? ഇതൊരിക്കലും കൂട്ടിമുട്ടാതെ നേരെ പോകുന്ന ലൈൻസാണ്. സോ അതിൻ്റെ ആൻസർ എന്താണ്? വോയിഡാണ് അല്ലേ. അതായത് എം ടി സെറ്റാണ്. ക്ലിയർ ആയല്ലോ അത്? ഓക്കെ. അപ്പോൾ എക്സസൈസ് 1.2ൽ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് ഈ എക്സസൈസ് 1.2ൽ ആകെ എത്ര ക്വസ്റ്റ്യൻസാണ്? ഇത് ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റിൽ വരുന്നത് ഈ 4 ക്വസ്റ്റ്യൻസാണ്. ഈ 4ഉം വളരെ എളുപ്പമാണ്. ഓക്കെ. സോ നന്നായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.